അമ്പലത്തിൽ പാട്ട് കേട്ടപ്പോൾ തന്നെ എണീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഒരു ഉഷാറുണ്ടാവുമല്ലോ. നമ്മുടെ ഡെയിലി വ്ളോഗിലത്തെ ഡേ 3 ആണ് ഇന്ന് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രീയാണ് കേട്ടോ. കാലത്തെ തന്നെ ഇത്തിരി സ്കിൻ കെയർ ആവാം എന്നൊക്കെ വിചാരിച്ചു. ഒരു 30-35 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതുപോലെ തന്നെ പുറത്തുനിന്നും ഉള്ളിൽ നിന്നും ഒക്കെ കെയർ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് വയസ്സാവില്ലേ. നമുക്കിനി ഇങ്ങോട്ട് ഒരു തിരിച്ചുവരവില്ലല്ലോ. അപ്പോൾ ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഭംഗിയായിട്ട് എന്നാലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് ഞാൻ ഒരുപാട് കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ സിറൊക്കെ ഇടും, ഹിമാലയയുടെ സിറവും പിന്നെ അക്കോളജിക്കയുടെ ആ ഒരു മോയ്സ്ചറൈസറും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ പ്രൊമോഷന് വരുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ ഉപസംഹരിച്ച് നമ്മൾ ഇന്നൊരു ദിവസം കണ്ണ് തുറക്കാൻ നമ്മൾ അനുവദിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടാവാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ആ ദിവസം കുറച്ച് എന്താ പറയുക ഭക്തിപൂർവ്വമായിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരം ഭാഗ്യൻ നമ്മുടെ ഹണി ബീയുടെ ബോട്ടിലിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേനാണത്. അത് കാലത്തെ എണീറ്റപ്പോഴേക്കും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എന്താ അവിടെയൊക്കെ ചെതറി കിടക്കണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണിൽ പുതിയതായിട്ട് സുഗന്ധം പരത്തുന്ന ഊത് എല്ലാം കത്തിക്കുന്ന സംഭവം കേട്ടോ. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. പേജ് എനിക്ക് ഓർമ്മയില്ലടാ. പക്ഷേ ഇതിൽ ഊതിട്ടിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല സുഗന്ധം പരത്തുന്ന രീതിയിലാവും നമ്മുടെ കിച്ചൺ. അപ്പോൾ നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ദിവസം. പൊതുവെ ഇപ്പോൾ കാപ്പി കൂടിയൊക്കെ കുറവാണ്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഒരു ക്രേവിങ്സ് വരില്ലേ നമുക്ക്, അല്ലെങ്കിൽ ഒരു കഴിക്കാനുള്ള ഒരു ത്വര വരുമ്പോൾ നമ്മളതിനങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ഒരു 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 മാനസിക സമ്മർദ്ദത്തിലും ഡിപ്രഷനിലൊക്കെ എത്തും നമ്മൾ. അപ്പോൾ ഈ കാപ്പി മാത്രമേ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടു കൂടെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ഒന്നും ഇടാതെ കാപ്പിപ്പൊടി മാത്രം ഇട്ടിട്ട് 2 തുള്ളി തേനൊക്കെ ഒഴിച്ച് ആ കാപ്പി ഒന്ന് മോന്തി കുടിച്ചപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് കുക്കിങ്ങോട് കൂടെ ആരംഭിക്കാമെന്ന്. ഇന്ന് നമ്മൾ സാബുദാന കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സാബുദാന കിച്ചടി എന്ന് പറയുമ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ നമ്മുടെ പൂനെയിലേക്ക് പോകലാണല്ലോ പതിവ്. അവിടെ സുനി ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ചേച്ചിയുടെ അടുത്താണ് ഞാൻ കുറച്ച് നാൾ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ചേച്ചി ഞാനും മാത്രം വീട്ടിലുള്ള സമയങ്ങൾ ഉണ്ടാവുമായിരുന്നു. ചേച്ചി ഫാമിലി ആയിട്ടാണ് താമസിക്കണമെന്നുണ്ടെങ്കിലും പിള്ളേരൊക്കെ വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോൾ ചേച്ചി ഞാനും മാത്രമായിട്ടൊരു ലോകം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ടുപിടിച്ച ഞങ്ങളുടേതായ കുറച്ച് റെസിപ്പികളിൽ ഒന്നാണ് ഈ സാബുദാന. ഇത് എന്ന് ഞാൻ ഉണ്ടാക്കാൻ എൻ്റെ കൈകൊണ്ട് എടുത്താലും ഞാൻ എൻ്റെ സുനി ചേച്ചിനെ ഓർക്കും. എല്ലാം ഒരുപാട് മിസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഉണർത്താറുണ്ടല്ലേ. അങ്ങനെ ഒരു ഡിഷാണ് ഈ സാബുദാന ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ സാബുദാന നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജീരകവും കടുകും പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ചോപ്പർ റൂട്ടനെ കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ നമ്മുടേതായ സ്റ്റൈലിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. കാരണം എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യണം. അവർ വേറെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും ഈ കിച്ചടി അല്ലെങ്കിൽ പോഹ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോഹ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങും ബാക്കി വെജീസും ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ ഉരുളക്കിഴങ്ങ് വേവുമ്പോഴാണ് നമുക്കിനി ബാക്കി നമ്മുടെ സാബുദാന വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളൊന്നും ശ്രീകുട്ടന് സ്കൂളിലേക്ക് കൊടുത്തുവിടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടന് അവൻ്റെ സ്കൂളിൽ ഹോസ്റ്റലല്ലോടാ എന്താ പറയുക ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് നോൺ വെജിമ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായില്ലേ നിങ്ങൾ വെജ് റെസിപ്പീസ് മാത്രം കാണുന്നത്. പിന്നെ സ്നാക്കായിട്ട് ബ്രെഡും ജാമും പിന്നെ കുക്കീസ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്കുള്ള ലഞ്ച് 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് വിഭവസമൃദ്ധമായ ലഞ്ച് കിട്ടുന്നതാണ് ശ്രീകുട്ടൻ പറയുന്നത്. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ അവൻ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവർ തലേദിവസം തന്നെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത്ര വണ്ടി മേറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം എന്നുള്ളത്. അപ്പോൾ ഇവൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ഇന്ന് നോൺ വെജ് വിഭവത്തുമ്പോൾ പിടിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ സാബുദാനയും കൂടി ഇട്ടിട്ട് കപ്പലണ്ടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മറിച്ച് വെച്ച് ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാരുണ്ടാവല്ലോ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർക്ക് അവർക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു വിഭവം കേട്ടോ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടേതായ രീതിയിൽ മുട്ടയും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്തു എന്ന് മാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇത്തിരി മല്ലിയിലയുടെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടാലാണ് അതിൻ്റെതായ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വരുള്ളൂ. പക്ഷേ എന്തോ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ അത് കഴിച്ചപ്പോൾ അങ്ങോട്ട് വന്നു.
മല്ലിയിലയും കൂടെ വേണം. ഇതൊക്കെയാണ്. ശ്രീകുട്ടനൊക്കെ വിട്ടിട്ടാണ് സാധാരണ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാറ്. എനിക്കിങ്ങനെ മനസ്സമാധാനത്തോടെ ഒരു സൈഡിൽ ആസ്വദിച്ച് കുറച്ച് റീൽസൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാടൊക്കെ കണ്ട് ഒന്ന് ആ ഒരു പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആസ്വദിച്ച് വേണം ഭക്ഷണം കഴിക്കാനേ. അപ്പോൾ ഞാനതവിടെ വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് ചിക്കൻ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് നീളത്തിലുള്ള അരികളുണ്ടല്ലോ, എന്തായിരിക്കും അത്, നമ്മുടെ ബിരിയാണി അരി, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നമ്മളൊന്ന് വാല വെച്ചിട്ടുണ്ട്. വാല വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ അതിന് ഊറ്റി വെക്കുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ രണ്ട് ഭാഷയും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതുപോലെ കണ്ടോ വാല വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മസാല, അതായത് നമ്മുടെ മുഴുവൻ മസാല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കരയാമ്പൂ, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് കുരുമുളക്, വലിയ ജീരകം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബേ ലീവ്സും കറുവപ്പട്ടയും ഒക്കെ ഇടാം. എന്നിട്ട് കറുവപ്പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, ബേ ലീവ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. എന്നിട്ട് നമ്മുടെ ആ ഒരു അരി അതിലിട്ട് കൊടുത്ത് അരി ഒന്ന് പൊട്ടി വരുമ്പോൾ, അതായത് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അരി വേവാനുള്ള വെള്ളം, ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തിരുന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് നാരങ്ങ നീരും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട്, നെയ്യ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, നെയ്യും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം. എനിക്ക് ഈ ബിരിയാണിക്ക് വെള്ളം കണക്ക് എന്ന് പറയുന്നത് എൻ്റെ കണക്ക് കറക്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതെങ്ങനെ പറഞ്ഞു തരണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ എൻ്റെ അതൊന്നും കറക്റ്റായിട്ട് വരാറില്ല. എനിക്ക് ആ അരി കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ എന്തോരം വെള്ളം വേണമെന്ന്. ഇച്ചിരി കുറഞ്ഞാലും കൂടിയിട്ടുണ്ടെങ്കിൽ കുഴന്നാവുമല്ലോ. അപ്പം നമ്മൾ ഇത്തിരി കുറച്ചിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസ് ഒരു ബിരിയാണി ഒരു മോഡലിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൽ പല രീതിയിൽ പല റൈസുകൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ശ്രീകുട്ടന് നോൺ വെജ് ഒഴിവാക്കിയിട്ട് കേട്ടോ. ശ്രീകുട്ടന് പല രീതിയിലും ഫുഡ് കൊണ്ടുപോകേണ്ട കാരണം കൊണ്ടേ ഈ വെജ് ഐറ്റംസ് മാത്രമല്ലേ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും പല രീതിയിലുള്ള റൈസുകൾ. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസിലേക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മന്തി മസാലയും അതോടൊപ്പം തന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച് നോക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ, ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടേ. പിന്നെ സാധാരണ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്പി നമുക്കിതൊന്ന് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ തന്നെ ഫ്രൈഡ് റൈസ് എന്നോ ബിരിയാണി എന്നോ ഒന്നും ഞാൻ പേരിടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തരം റൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിൽ. കാരണം എന്നെന്നും ചോറും കൂട്ടാനും എന്നുള്ളതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെ അമ്മമാർ കുറച്ചും കൂടി ഈ നമ്മുടെ ഈ ആൽഫ തലമുറയുണ്ടല്ലോ, അവരുടെ കൂടെ നമ്മളും പ്രയത്നിച്ചു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 മുട്ടയും കൂടെ നമ്മൾ ഉപ്പിട്ടിട്ട് കുരുമുളക് ഇട്ടിട്ട് ഒന്ന് കുത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ റൈസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിച്ചു തുടങ്ങിയല്ലോ. പണ്ടത്തെ ആൾക്കാർ പാടത്തും പറമ്പിലും അതുപോലെ തന്നെ വരമ്പത്തും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എനർജി വേസ്റ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ എനർജി റിലീസ് ആവാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഇല്ല, നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റികളില്ല. പാടവും വരമ്പും ഇതുപോലെ തന്നെ ഹാർഡ് വർക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ നമ്മൾ ഓഫീസുകളൊക്കെ ആണെങ്കിൽ കാലത്ത് 9 മണിക്ക് ഇരുന്ന് 5 മണിക്ക് വരെ ആ ഇരുന്നിരിപ്പിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് മുഴുവൻ ഫാറ്റായിട്ട് അടിയും. അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് ഫുഡിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ബേസിക് നീഡ്സും ഒക്കെ നമ്മൾ ചേഞ്ച് ആക്കി തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫുഡിലും ഓരോരോ ചേഞ്ചുകൾ വന്നു തുടങ്ങി. പഴയ പോലത്തെ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വെജീസൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേ, നന്നായിട്ടൊന്ന് ആറി വന്നപ്പോൾ നമ്മുടെ ചോപ്പർ കൂട്ടനെ കൊണ്ട് നമ്മൾ അടിച്ചടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഞാനതിൽ നമ്മുടെ വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ബീൻസും സവാളയും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. അതൊന്ന് സോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മളതിൽ സോയാ സോസും ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മളതിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക, മുട്ട ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു സോസൊക്കെ പിടിച്ച് വരുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ പൊടികളൊന്നും ഞാൻ ഇടില്ല കേട്ടോ. പിന്നെ നമ്മുടെ റൈസ് ഉണ്ടല്ലോ, ആ റൈസ് അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കും. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയാവും കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട ഇതിന്. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ വെജ് അങ്ങനെ നിർബന്ധമില്ലല്ലോ. ചില സ്കൂളുകളിലല്ല അങ്ങനത്തെ നിർബന്ധങ്ങൾ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നിർബന്ധമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിള്ളേർ വയറ് നിറച്ച് കഴിച്ചിട്ട് വരും. നമ്മൾ വീട്ടിലെത്തിയിട്ട് അവരുടെ ടിഫിൻ ബോക്സിൽ ഇങ്ങനെ കാലിയായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ അമ്മമാർക്ക് വരാറില്ലേ? ആ ഒരു സന്തോഷം
സന്തോഷം നമുക്ക് തരുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. കണ്ടോ? ഒന്നും ഒന്നുമ്മെ പിടിക്കാത്ത രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ കണക്ക് എനിക്ക് മനപ്പാടാണെന്ന്. അപ്പൊ അതുപോലെ ഇങ്ങനെങ്ങട് കിട്ടുകയും ചെയ്യും. ഇതിനി ചൂടാക്കി ചൂടാക്കി വൈകുന്നേരം സ്കൂള് വിട്ട് വരുമ്പോ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പൊ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ സെറ്റായേനെ. ആക്ച്വലി മല്ലിയില നമ്മുടെ വീട്ടില് സ്റ്റോക്ക് വെക്കുന്നതാണ് ഞാൻ സിപ്‌ലോ കവറിലാക്കിയിട്ട്. 3, 4, 5 ദിവസമൊക്കെ ഇരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാനത് കഴിഞ്ഞു. മറക്കുകയും ചെയ്തു ഭാഗ്യന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുക കുറച്ച് ദിവസങ്ങളിൽ. ഡെയിലി നിങ്ങൾക്ക് വ്ളോഗ് ഇട്ട് തരണം എന്നുള്ള ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടല്ലോ, എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ അതൊന്ന് കഴിച്ചു നോക്കാണ് കേട്ടോ. അപ്പൊ ശ്രീകുട്ടൻ ഈ ചോറ് കഴിച്ചിട്ടാണ് പോവുക. അതാരണ്ടാണ് അത്ര അധികം ഇരിക്കുന്നത്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കേട്ടാ കഴിക്കാനിരിക്കുള്ളൂ. അപ്പോൾ സംഭവം സെറ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ. നമുക്ക് ചിക്കൻ തന്നെ ഇടണമെന്നില്ല, വേറെ ഏത് മീറ്റ് ആയാലും ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ട മാത്രമായാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പാത്രം മൂറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടനെയൊക്കെ വിട്ടു. അവൻ പോകുന്ന സമയം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഭക്ഷണം കഴിക്കലും വാരി കൊടുക്കലും വിളക്ക് വയ്ക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ. എല്ലാവരും പോയി ഓരോ വഴിക്ക്. ഭാഗ്യം പോയി, ശ്രീകുട്ടൻ പോയി, നമ്മൾ മാത്രമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചെറിയൊരു എന്താ പറയുക മൾട്ടി വിറ്റാമിൻ സോല്യൂബിൾ വാട്ടർ സോല്യൂബിൾ ടാബ്ലറ്റ് ഒക്കെ ഇട്ട് കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഇനി കുറച്ച് ഓൺലൈൻ പർച്ചേസ് ആവാം എന്ന് വിചാരിച്ചു. ഇത് പർച്ചേസ് ചെയ്ത സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി നമ്മുടെ കിച്ചണിൻ്റെ ഒരു മൂലയിൽ ഇരിക്കണം കേട്ടോ. ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കിച്ചൺ മാത്രമല്ല, നമ്മുടെ മേക്കപ്പ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ വലിയ വലിയ സംഭവങ്ങളാണ്. അതിനുള്ളിൽ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല, കുട്ടി കുട്ടി സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 ദിവസം മുമ്പുള്ള വ്ളോഗിൽ എൻ്റെ ചുണ്ടുമ്പത്തെ ലിപ്സ്റ്റിക്ക് പുതിയതൊരെണ്ണം വന്നത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആ ദൈവമേ എന്ത് കളറാടോ! ഇത് മാൾസിൻ്റെ ലിപ് സ്റ്റെയിനാണ്. ഇത് ഓരോ സ്കിന്നിലും ഓരോ ടിൻ്റാവും എന്ന് പറയില്ലേ, അതുപോലെയാണ് എൻ്റെ സ്കിന്നിൽ ഞാൻ ഇട്ടു വന്നപ്പോൾ മുറുക്കി ചുമന്ന ഒരു അവസ്ഥയിലാണ് കണ്ടത്. എന്തായാലും വർക്ക് മുഖ്യം പീലെന്ന് പറഞ്ഞ പോലെ നമുക്ക് തിരിച്ച് നമ്മുടെ ഓൺലൈൻ പർച്ചേസിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ എന്താടാ പറയുക ടിഷ്യൂ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഹോൾഡറാണ്. ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ടില്ല, ഇത് രണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമ്മുടെ വുഡിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ്. എനിക്ക് ഈ വുഡ് സെറാമിക് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വുഡിൻ്റെ സ്റ്റാൻഡാണ്. ഞാനിത് ഇപ്പം 300 രൂപയൊക്കെ കണ്ടപ്പോൾ മേടിച്ചതാണ്. എനിക്ക് നമ്മുടെ ഉപ്പും പാത്രമൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു മൂലയിൽ വേറൊരു വുഡിൻ്റെ ട്രയലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുമ്മ കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽസ് ഉണ്ടല്ലോ, ഓയിൽ ബോട്ടിൽസ് അടക്കം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 ടയറിൻ്റെ ഉണ്ടായിരുന്നു, 2 ടയറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ വരുന്നത് മെറ്റലാണ്, നമ്മുടെ ജിഐയുടെ മെറ്റലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് സ്ക്രൂ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ് തോന്നില്ലേ, അങ്ങനത്തെ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മേക്കിങ്ങും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉപ്പും പാത്രം ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ജിഐയുടെ വരുന്നില്ല, മൊത്തത്തിൽ വുഡായിട്ടാണ് വരുന്നത്. ഇതിന് എത്ര രൂപയാണെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാതും. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ മിന്ത്രയിൽ നിന്നൊക്കെ ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. മീഷോ എന്നുള്ളത് താഴെ ലിങ്കോ അല്ലെങ്കിൽ സീരിയൽ നമ്പറോ കൊടുക്കാം കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഒന്നാമത്തേൽ ഈ വുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്കിതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ അടുത്ത് എന്തെങ്കിലും ജാറുകളൊക്കെ പ്ലേസ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഐസ് ട്രേ ആണ്. ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് ഞാൻ നമ്മുടെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ABC ജ്യൂസൊക്കെ, അതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത ബോക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, സെറാമിക്കിൻ്റെ ഒരു പ്ലേറ്റ് കുറച്ച് നാളായി കാട്ടിലിട്ട് വെച്ചിട്ടെന്ന്. ഞാനിത് ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത്. ചീനച്ചട്ടിയുടെ അത്ര വലിപ്പത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് തുറന്നു നോക്കിയില്ല. അന്ന് തുറന്നു നോക്കിയെങ്കിൽ അത് റിട്ടേൺ അടിക്കായിരുന്നു. ഇത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത്. അപ്പോൾ ഇത് റിട്ടേൺ അടിക്കാനുള്ള സമയവും കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഡിപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അൽഫാമൊക്കെ സൈഡിൽ വെച്ച് മയോണൈസ് ആ വെള്ളം
വെള്ളപ്പാത്രത്തിലിട്ട് അൽഫാമിൻ്റെ ഒരു കഷ്ണം ആ വെള്ളപ്പാത്രത്തിൽ നിന്ന് മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം എന്നൊക്കെ പറയില്ലേ? അങ്ങനെ വേണ്ടിയിട്ടാണ് തോന്നുന്നു അതൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതും ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് കവറുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്കിതിങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന്. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പപ്പക്കായ കൊണ്ടുപോകണം, പിന്നെ വാഴക്കുടപ്പം കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊണ്ടുപോകുമ്പോൾ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കവർ വേണ്ടേ? അപ്പോൾ ഞാൻ എല്ലാ കവറുകളും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇത് വളരെ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചൊരു സംഭവമാണ്. പക്ഷേ പാക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ഫീൽ ചെയ്തെന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ അവർ അയച്ച് ഇവിടെ നമ്മുടെ ഈ തട്ടുമുട്ടലിൻ്റെ ഇടയിൽ പറ്റിയത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത് എന്താണോന്ന് അറിയില്ല. അതിൽ ഒരെണ്ണം പൊട്ടിപ്പോയടാ, പൊട്ടിപ്പോയി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വെറൈറ്റി റീലിടുന്ന സമയത്ത് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള കുക്കിംഗ് റീലുകൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചതാണിത്. പക്ഷേ രണ്ടെണ്ണം നീലയിൽ ഒരെണ്ണം പൊട്ടിയാൽ എനിക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് പൊട്ടിപ്പോയത്. പോട്ടെ, അതിന് യോഗമില്ല എന്ന് പറയാം നമുക്ക്. എന്നാലും 3 കിട്ടിയല്ലോ, കിട്ടിയോണ്ട് സന്തോഷിക്കാം അല്ലേ? ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓൺലൈൻ പർച്ചേസിങ്ങിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന രീതിയൊക്കെ ആയിട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണാം. എത്ര വലിയ ഓർഗനൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറൊക്കെ നമ്മളിവിടെ പലതരത്തിലുള്ള അച്ചാറുകൾ ഇട്ട് വയ്ക്കും. ഞാൻ പറയാറില്ല എപ്പോഴും എനിക്ക് ഈ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ എന്ത് കിട്ടിയാലും ഞാനത് ഉപ്പിലിടും ചെയ്യും, അതൊക്കെ അച്ചാറിടും ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഞാനത് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള ജാറൊക്കെ കൂടി ഇരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും വീഡിയോയുടെ. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ പഴത്തുമ്മക്ക് പിടിച്ചു നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ടുണ്ട്. പഴം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോള പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പഴം തീരുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമുള്ളൂ. എന്തുണ്ടാക്കണോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഫൈനൽ പ്രോഡക്റ്റ് എന്തായാലും കഴിക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതിൻ്റെ പേരിലാണ് നമ്മൾ എല്ലാ ദിവസവും കുക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആൽമണ്ടും പിസ്താഷ്യും അതുപോലെ തന്നെ കാഷ്യും ഒക്കെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറേ ജീവികൾ ഉണ്ട് ഇതൊന്നും ഇറങ്ങാത്തവര്. ഇത് ചിലപ്പോൾ വായിൽ തടഞ്ഞാൽ വരെ എടുത്ത് പുറത്തേക്ക് തരും നമുക്ക്. അയ്യോ ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ മിക്സിയിലിട്ട് അങ്ങോട്ട് റെഡി അടിക്കും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിൽ. അപ്പം നമുക്ക് കുറച്ചും കൂടി നാളികേരമൊക്കെ ഇട്ടിട്ടേ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയിൽ ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തു, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി കളറിന് വേണ്ടിയിട്ടും പിന്നെ ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ടും നമുക്ക് ശർക്കര പൊടിച്ചതുണ്ടല്ലോ. ഇത് നമ്മുടെ റോ ശർക്കരയാണ്, ഷുഗർ കെയിൻ്റെ റോയാണ്. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സൗഖ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരിയുടെ പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. കുറച്ചധികം നാളായി അയച്ചു തന്നിട്ട്. പക്ഷെ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നാളായി അയച്ചു തന്നിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഫില്ലിങ്സ് അതവിടെ അങ്ങനെ മാറിയിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് പഴം എടുക്കാം. പഴം ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിലൊന്ന് ഒതുങ്ങി കിട്ടും. അതിൽ നമ്മൾ 2 മുട്ട, പാല്, പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ ആ ബാറ്ററിന് ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈപ്പോള എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാണെന്ന് തോന്നണൂല്ലേ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ഇതൊരു ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. ഇത് നമ്മുടെ ഒരു പാൻ എടുത്തിട്ട് അതിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തു. ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചു. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ഫില്ലിങ്സ് താന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ മൊത്തത്തിൽ വെതറി കൊടുത്തിട്ട് ഒരു ലെയർ വീണ്ടും നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ അതും ഒന്ന് ഇതായി കിട്ടും. അങ്ങനെ 1, 2, 3 ലെയറുകൾ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് ഫീൽ ചെയ്യുക. എനിക്ക് പക്ഷെ അത്ര ഫണ്ണി ആയിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചിരിക്കാനൊരു വകയുണ്ട്.
ഇതിന്റെ ഒരു സൈഡാണ് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ ദോശക്കല്ല് വെച്ച് മറിച്ചിട്ടപ്പോൾ ഇതിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അടിയിൽ കുറച്ച് തീ കൂടുതലായിരുന്നു. ഇത് കരിഞ്ഞു പോയി ഗൈസ്. എല്ലായ്പ്പോഴും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കുക്കിംഗ് അല്ലേ കാണാറ്? ഇതുപോലുള്ള കുക്കിങ്ങുകൾ കാണാറില്ലല്ലോ. എന്തായാലും ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയൊന്നുമില്ല. നമ്മള് പൊളിച്ച് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനതിനെ വളരെ വിദഗ്ധമായി ഇങ്ങനെ തൊട്ടപ്പോൾ അതങ്ങട് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെപ്പോ നമ്മള് പേടിക്കേണ്ട ആവശ്യം എന്താ? അതങ്ങട് പൊളിച്ചു കളഞ്ഞു. അതിന്റെ ഉള്ളിൽ എന്തായാലും ഫില്ലിങ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് പൊട്ടി തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്ത് ഇതിനെ കഷ്ണങ്ങളാക്കി നമുക്ക് വിതരണം ചെയ്യാം. ചേട്ടന്മാരെ താഴത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നാളികേരം പൊതിക്കലും, ഇവിടെ മഴയായ കാരണം കൊണ്ട് പണിക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ വൈകുന്നേരം ആകുമ്പോൾ ഭാഗ്യനെ കാണാനായിട്ട് ഓടി വരും. അപ്പോൾ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യില്ലേ മക്കളെ. എന്ത് ടേസ്റ്റ് ആയിരുന്നോടോ. ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പീസ് പീസായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. പക്ഷെ പീസ് പീസായിട്ട് കിട്ടി. ഇത് കണ്ടാ പറയില്ല അല്ലേ കരിഞ്ഞു പോയതാണെന്ന്. പക്ഷെ ഇത് കരിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷും അതുപോലെ തന്നെ സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ശ്രീകുട്ടൻ വരുമ്പോൾ ഇതൊന്ന് വിളമ്പി അവന്റെ മുമ്പിൽ അമ്മ പുതിയ ഡിഷ് ഉണ്ടാക്കി എന്നുള്ള ആ ഒരു തലയെടുപ്പോടെ കൂടെ നിൽക്കണം. എന്തെങ്കിലും പുതിയ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ശ്രീകുട്ടൻ എപ്പോഴും പറയും, അമ്മ അല്ലെങ്കിലും പുലിയല്ലേ എന്ന് പറയും. എനിക്കത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആർത്തിയോട് കൂടി വായിലിട്ടത് വായ പൊള്ളിപ്പന്നെ ചത്തുപോയേനെന്ന്. അപ്പൊ നമ്മള് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കൈപ്പോള അങ്ങനെ എന്തോ വേണമെങ്കിലും പറയാം. ആ ഒരു ഡിഷ് അടിപൊളിയായിരുന്നു. നിങ്ങളിത് കുറച്ച് തീയിൽ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കണം. കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചാലും മതിയായിരുന്നു. ഞാനത് ഓർത്തില്ല. ഞാൻ എല്ലാവർക്കും ഓവൻ അവൈലബിൾ അല്ലല്ലോ. അത് കാരണം കൊണ്ടാണ് ഞാനിത് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കി നോക്കിയത്. അങ്ങനെ ശ്രീകുട്ടൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. വന്നപ്പം നമ്മുടെ ചിക്കൻ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങളുടെ കത്തിയടിക്ക് ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ഓർണമെന്റ്സിന്റെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്കൊന്ന് ഓർഗനൈസ് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന്. ഇത് നമ്മുടെ ഇമിറ്റേഷൻ ജ്വല്ലറികൾ ഇട്ട് വെക്കുന്ന എൻ്റെ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കമ്മലുകളാണ് കൂടുതൽ ഇടുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ റിങ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതലല്ല, എപ്പോഴും ഞാൻ അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ റിങ്സും അതുപോലെ തന്നെ കാതിലിടുന്ന റിങ്സും അതുപോലെ തന്നെ നമ്മുടെ വിരലിലിടുന്ന റിങ്സും മാലകളും ഒക്കെ ഇമിറ്റേഷൻ ആണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പേജിലേക്ക് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഈ കമ്മലുകളൊക്കെ. നമുക്ക് സഖി ബൈ ശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. ആ പേജിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നതാണ് ഈ റിങ് കമ്മലുകളൊക്കെ കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരുപാട് കാലം, അതായത് കൊല്ലങ്ങളോളം അത് ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ ഗോൾഡ് ആണെന്ന് ആരും പറയാണ്ടിരിക്കില്ല. അത്രയും ഫിനിഷിങ്ങിൽ അത്രയും ഭംഗിയിൽ പല ഷേപ്പിലും നമുക്കത് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, ഈ കാണിച്ചതൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതെനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിടൽ, ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ റിമൂവ് ചെയ്ത് വേറെ ഒരെണ്ണം ഇടാനായിട്ട് നമുക്കൊരു മടി പോലെ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് കൺമുന്നിൽ എപ്പോഴും കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിടാനായിട്ടൊരു ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തോന്നും. അങ്ങനെയാണ് നമ്മുടെ ഈ മസാല ബോക്സിനെ ഞാൻ നമ്മുടെ ഓർഗനൈസേഷൻ ബോക്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിങ്സ് കമ്മലുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ ആ ചെറിയ താരര മാല ഉണ്ടല്ലോ, അതുമ്പോൾ ഞാൻ നമ്മുടെ താലി പോലെ സെറ്റ് ചെയ്തിട്ട്, നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ മാല ഗോൾഡ് ആണോ ശ്രീത എവിടുന്നാ മേടിച്ചതെന്ന്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ഒന്നും തരാണ്ടിരുന്നത്. കുറേ പേർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചവർക്കൊക്കെ മറുപടി കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ കമ്മലുകളൊക്കെ നമ്മൾ അടിയിൽ എപ്പോഴും ഈ വെൽവെറ്റിന്റെ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെൽവെറ്റിന്റെ ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാവ് പിടിക്കണ പോലത്തെ ഒരു പച്ച കളർ വരും നമ്മുടെ ഓർണമെന്റ്സ് വഴി. അപ്പോൾ അത് ഒഴിവാക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന മാലകളുമാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ്. ഗോൾഡ് അങ്ങനെ താലി ഇടാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കണുള്ളൂ. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഒക്കെയാണ്. ഒരു മോതിരമൊക്കെ ഇട്ട് കിടക്കുക, അതും ഭയങ്കര ബൾക്കായിട്ടുള്ള മോതിരമൊക്കെ ഇട്ട് കിടക്കുക. അങ്ങനെ ഓരോ പ്രായത്തിലും നമുക്ക് ഓരോരോ തോട്ടുകളും അത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ എത്ര അധികം മാറിയെന്ന്. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അരുന്ധതി അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു താലിയാണ് കേട്ടോ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വ്ളോഗുകളിലൊക്കെ കുറച്ച് നാടൻ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട് കമ്മലുകൾ. ഉണ്ടാക്കിയതാ നല്ലതാ, നല്ല മധുരം ഉണ്ടാവൂലേ. നല്ല ജഗ്ഗുവേട്ടൻ നമ്മുടെ ഡിഷിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഗംഭീര മഴയും വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി വിളക്കൊക്കെ വെച്ച് ബാക്കി പരിപാടികൾ നോക്കാം. പുറത്ത് വിളക്ക് വെക്കാറുള്ളത് ഭയങ്കര മഴയും ഭയങ്കര കാറ്റായ കാരണം കൊണ്ടാണ് കേട്ടോ. തുളസിത്തറയുടെ അവിടെ മാത്രം വെച്ച് നമുക്കിനി ഇവിടെ ഇരുന്ന് രാമനാമം ജപിക്കാം കേട്ടോ. രാമ 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 രാമ
മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മഴ. എന്തൊരു മഴയായിരുന്നോടോ. ഇനി ശ്രീകുട്ടന്റെ കൂടെ ഇരുന്നിട്ടുള്ള പഠനം, അതോടുകൂടി ലഞ്ചൊക്കെ അല്ല ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ ദിവസങ്ങളുടെ അവസാനിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ശ്രീജ.